വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC വേൾഡ്. ഇന്ന് ഇവിടുത്തെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളും അതിനനുബന്ധിച്ചുള്ള വിവരങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിലേറ്റഡ് ഫാക്ടർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ, സമത്വ സമാജം. ഇവയിൽ തെറ്റായ ബന്ധം ഏതെന്നാണ് ചോദ്യം. ഇവയിൽ തെറ്റായ ബന്ധം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ, സമത്വ സമാജം. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ ഏതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്? അത് ആത്മവിദ്യാ സംഘമാണ്. അപ്പോൾ സമത്വ സമാജമോ? അത് വൈകുണ്ഠസ്വാമിയുടേതാണ്. അപ്പം ഇതുപോലെ അല്പം ഇതുകൂടെ കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടറുകൾ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ വാഗ്ഭടാനന്ദനെ വൈകുണ്ഠസ്വാമി അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ച് ഫാക്ടറും കൂടെ നോക്കാം. അതിൽ ആദ്യം പണ്ഡിറ്റ് കറുപ്പൻ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംഘമാണ് സുധർമ്മ സൂര്യോദയ സഭ. ഇപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ കൊണ്ടുവന്നതാണ് സുധർമ്മ സൂര്യോദയ സഭ. TK മാധവൻ ധർമ്മഫട സംഘം. PK ചാത്തൻ മാസ്റ്റർ അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്? സമസ്ത കുച്ചിപ്പുലയ മഹാസഭ കൊണ്ടുവന്നത് PK ചാത്തൻ മാസ്റ്ററാണ്. ജമാഅത്ത് ഉൽ ഇർഷാദ് അത് കൊണ്ടുവന്നത് വക്കം മൗലവിയാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ, TK മാധവൻ ധർമ്മഫട സംഘം, PK ചാത്തൻ മാസ്റ്റർ സമസ്ത കൊച്ചി പുലയ മഹാസഭ, വക്കം മൗലവി, ജമാഅത്ത് ഉൽ ഇർഷാദ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മിഭായ് ആണ്. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് വാജിദ് അലി ഷായാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. ഇത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് ബഗ്ത് ഖാനും പിന്നെ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനുമാണ്. റാണി ലക്ഷ്മിഭായ് അല്ല. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് കൻവർ സിംഗ് ആണ്. ബീഹാറിലെ ആറിൽ നേതൃത്വം വഹിച്ചത് കൻവർ സിംഗ് ആണ്. ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് കൂടി നമുക്ക് നോക്കാം. 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയൊരു അതുപോലെ സംബന്ധമായ സ്ഥലമാണ്. അപ്പം ഡൽഹിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബഗ്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. അയോധ്യ, ആഗ്ര, ലക്നൗ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഹരിയാനയിൽ റാവു തുലാറാം, ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാനാണ്. മൊറാദാബാദിൽ അബ്ദുൽ അലി ഖാൻ, കോട്ട അവിടെ ജയദയാലാണ്. മധുരയിൽ ദേവി സിംഗാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഡൽഹിയിൽ ബഗ്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, അയോധ്യ, ആഗ്ര, ലക്നൗ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഹരിയാനയിൽ റാവു തുലാറാം, ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ, മൊറാദാബാദിൽ അബ്ദുൽ അലി ഖാൻ, കോട്ട അവിടെ ജയദയാലാണ്, മധുര ദേവി സിംഗ്. അതുപോലെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. ബറൗട്ട് പർഗാന അവിടെ ഷാമലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഝാൻസിയിലും ഗോളിയാറിലും റാണി ലക്ഷ്മിഭായ് ആണ്. മീററ്റിൽ കദം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി. അടുത്ത ചോദ്യം, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? വോൾട്ടയർ, റൂസോ, പ്ലേറ്റോ, മോണ്ടസ്ക്യൂ. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, റൂസോ. അപ്പോൾ അതുപോലെ മറ്റു വ്യക്തികളുടെയും അവർ രചിക്കുന്ന ഗ്രന്ഥങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ കണ്ടു, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ആരുടെയാണെന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചു റൂസോയുടെയാണ്.
അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹം രചിച്ചിരിക്കുന്ന മറ്റു 2 ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്. ജൂലി ഓർ ദി ന്യൂ ഹെലോസി എമിലി എന്ന് പറയുന്നത്. എന്താണ് ജൂലി ഓർ ദി ന്യൂ ഹെലോസി എമിലി എന്ന് പറയുന്നത്? അത് റൂസോ രചിച്ച കൃതിയാണ്. പിന്നെ മറ്റൊന്നാണ് മോണ്ടസ്ക്യൂ രചിച്ച ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം മോണ്ടസ്ക്യൂ രചിച്ചതാണ്. വോൾട്ടയറുടെ ഗ്രന്ഥമാണ് ക്യാൻഡിഡ്. പ്ലേറ്റോയുടേത് അപ്പോളജി. പ്ലേറ്റോ എന്ന വ്യക്തി രചിച്ചിരിക്കുന്ന ഗ്രന്ഥം അപ്പോളജി. ചാൾസ് ഡിക്കൻസിൻ്റെയാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ്. ടെയിൽ ഓഫ് ടു സിറ്റീസ് ചാൾസ് ഡിക്കൻസിൻ്റെയാണ്. ജോൺ റീഡ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഇൻസർജൻറ്റ് മെക്സിക്കോ. അപ്പം റൂസോയെ സംബന്ധിച്ച് നമ്മൾ 3 ഗ്രന്ഥങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? സോഷ്യൽ കോൺട്രാക്റ്റ്, ജൂലി ഓർ ദി ന്യൂ ഹെലോസി എമിലി. പിന്നെ മോണ്ടസ്ക്യൂ ദി സ്പിരിറ്റ് ഓഫ് ലോസ്, വോൾട്ടയറിൻ്റെത് ക്യാൻഡിഡ്, പ്ലേറ്റോ അപ്പോളജി, ചാൾസ് ഡിക്കൻസിൻ്റെത് ടെയിൽ ഓഫ് ടു സിറ്റീസ്, ജോൺ റീഡിൻ്റെത് ഇൻസർജൻറ്റ് മെക്സിക്കോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സന്യാസിനിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത്? ബാധകമല്ലാത്തത് ഏതെന്നാണ്. ദേശീയത, സമഗ്രാധിപത്യം, സോഷ്യലിസം, ജനാധിപത്യം. ഇതിൽ ഏതാണ് സന്യാസിൻ്റെ 3 തത്വങ്ങളിൽ ബാധകം അല്ലാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്ത? ശരിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് സമഗ്രാധിപത്യം അത് എന്താണ്? ഈ 3 തത്വങ്ങൾ ഉൾപ്പെടുന്നില്ല. പകരം അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. അപ്പം ആരാണ് സന്യാസൻ? അപ്പം ഇന്ന് അല്പം നമുക്കൊന്ന് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. സന്യാസൻ അദ്ദേഹം ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ദി 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ, ദി ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈന, മെമ്മറീസ് ഓഫ് എ ചൈനീസ് റെവല്യൂഷണറി. ഇവിടെ ടൈപ്പിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. റെവല്യൂഷണറി എന്നുള്ളത് അടുത്തൊരു ടെക്സ്റ്റ് ആയിട്ടാണ് ഞാൻ പോയിൻ്റ് ചെയ്തേക്കുന്നത്. സോറി, മെമ്മറീസ് ഓഫ് എ ചൈനീസ് റെവല്യൂഷണറി എന്ന് തന്നെയാണ്. അപ്പം ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെന്ന് പറയുന്നത്.